ഹായ് ഓൾ. ഇന്നത്തെ എൻ്റെ ഈ യാത്ര എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സന്തോഷത്തിലേക്കുള്ളൊരു യാത്രയാണ്. അപ്പം എന്താണെന്ന് കാണിക്കാനും എന്താ പറയുക, അത് നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഹാപ്പി മൊമെൻറ്റിൻ്റെ കാരണം എന്താണെന്ന് അറിയിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച എനിക്കൊരു വോയിസ് വന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഹായ്, സൂഫി ഫസ്ലു ആണ്. ഞാൻ ഇപ്പൊ ചിറ്റിലപ്പള്ളി ജ്വല്ലേഴ്സിലുള്ള ഞാനും ഷെമിയുണ്ട്. ഷെമി ഒരു ഹായ് പറഞ്ഞേക്കൂ. ഹായ് സൂഫി. ഓക്കെ, അപ്പൊ ഇന്ന് ഇവിടുത്തെ ലക്കി ഡ്രോയില് സൂഫിയുടെ പേരാണ് വന്നിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. ആ ഗോൾഡ് നെക്ലേസ് ചിറ്റിലപ്പള്ളി ജ്വല്ലേഴ്സിൽ നിന്ന് സൂഫിക്ക് വന്ന് കളക്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഐഡിയ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം സൂഫിക്ക് കളക്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കിസൈസിലുള്ള ചിറ്റിലപ്പള്ളിയുടെ ഷോറൂമിലാണ്. അപ്പം കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. ഞാനൊരു ഗിവ് അവേയിൽ പങ്കെടുത്തു. നമ്മൾ ഒരുപാട് ഗിവ് അവേസ് ഇപ്പം കാണാറുണ്ട്. കുട്ടിക്കാലം മുതലേ നമ്മൾ ഭാഗ്യക്കുറികൾ അല്ലെങ്കിൽ ലക്കി കൂപ്പൺസ് ഒക്കെ കാണുന്നുണ്ട്. ഇപ്പം വർഷങ്ങൾ 2024 വന്നപ്പോൾ ഗിവ് അവേ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കുന്നത്. അങ്ങനെ ഞാനും ചുമ്മാ ഒരു ഗിവ് അവേയിൽ പങ്കെടുത്തതാണ്. അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പം എൻ്റെ കസിൻസും കൊണ്ട് കൂടെ ഞങ്ങളെല്ലാം ആയിട്ട് ഈ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ചിറ്റിലപ്പള്ളിയുടെ ഷോറൂമിൽ നിൽക്കുകയാണ്. അപ്പം കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കൂട്ടത്തിൽ ഹെസുവിന് ഒരു കമ്മൽ മേടിക്കണമായിരുന്നു. ഹെസുവിൻ്റെ കമ്മൽ ഒന്ന് മിസ്സായിരുന്നു. അപ്പം കുറച്ച് ദിവസമായിട്ട് ഹെസു കമ്മലില്ലായിരുന്നു. അപ്പം നമ്മൾ ആ കൂട്ടത്തിൽ ഹെസുവിനൊരു കമ്മലും കൂടെ നോക്കിയതാണ്ടേ. അങ്ങനെ അവൾക്ക് ചേരുന്നൊരു കമ്മലെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ അനൗൺസ് ചെയ്ത പോലെ ഞങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ്, ഒരു ഗോൾഡ് നെക്ലേസാണ് സമ്മാനമായിട്ട് കിട്ടിയത്. എന്താ പറയുക, ഒരുപാടധികം സന്തോഷമുണ്ട്. 9,999 കമൻസിൽ നിന്നാണ് എന്നെ ഫസ്റ്റ് വിന്നറായിട്ട് അവർ സെലക്ട് ചെയ്തത്. അപ്പം അത് ചെറിയ കാര്യമല്ല, കേട്ടവരെല്ലാം തന്നെ പറഞ്ഞു. കാരണം അത് ലക്കി ഡ്രോ കണ്ടവർക്കൊക്കെ അറിയാം. ഒരു റെയറായിട്ടുള്ളൊരു ലക്കി ഡ്രോ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഗിഫ്റ്റ് മേടിച്ചിട്ട് ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങി. വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് അതെൻ്റെ മുഖത്ത് കാണാനും ഉണ്ട്. എന്താണ് എനിക്ക് പറയേണ്ടത് എനിക്കറിയില്ല. അപ്പം നമ്മൾ 2-3 റിലേറ്റീവ്സ് കൂടി ഉണ്ടായിരുന്നു. അത് കൂട്ടത്തിൽ എൻ്റെ കസിൻ മുത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു തൊട്ട് പിറ്റേ ദിവസം. അവൾ അത്യാവശ്യം നമ്മുടെ ദുബായിലുള്ള റിലേറ്റീവ്സിനെ എല്ലാം എനിക്ക് ഗിവ് അവേക്ക് പ്രൈസ് കിട്ടിയ കാര്യം വിളിച്ച് പറഞ്ഞിട്ട് അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബർത്ത്ഡേ ആയല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കിസൈസിലുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. 12 മണി വരെ വെയിറ്റ് ചെയ്തിട്ട് 12 മണിക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ബർത്ത്ഡേ അവൾക്കായിരുന്നെങ്കിലും ഗിഫ്റ്റ് എനിക്കാണ് കിട്ടിയത്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കൂട്ടത്തിൽ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും ഒന്ന് മീറ്റ് ചെയ്യാനും ഒരു ദിവസം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാം